ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് നമ്മുടെ ചെടികൾ നമ്മളെ വീട്ടിൽ നട്ട് വളർത്തിയ എൻ്റെ അമ്മ നട്ട് വളർത്തിയ കുറച്ച് ചെടികളും പിന്നെ കുറച്ച് പച്ചക്കറി കൃഷിയുമാണ്. അപ്പോൾ ഇതൊക്കെ അമ്മയുടെ വെന്തിയാണ്. ഇവിടെ ഫ്രണ്ടിൽ ഫുള്ള് വെന്തിയാണ് അമ്മ നട്ടിട്ടിരിക്കുന്നത്. ഇത് സീനിയ വെന്തി ഒരു 2-3 കളറിലുണ്ട് കേട്ടോ. മഞ്ഞയുണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് പച്ച പോലെ കളറിലതുണ്ട്. പിന്നെ കുറേ അധികം ശംഖുപുഷ്പമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഈ അമ്പലത്തിൽ മാല കെട്ടിക്കൊണ്ട് പോകുന്നൊരിതുണ്ട് കേട്ടോ. അമ്മ മാലയൊക്കെ കെട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ നട്ടിട്ടേക്കുന്നതാണ് ഈ ചെടികളെല്ലാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പൂക്കളൊക്കെ ഉപകാരപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും അമ്മ ദിവസവും മാല കെട്ടിക്കൊണ്ട് പോകുന്ന ആളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫുള്ളായിട്ട് അമ്മ കൃഷി ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. പിന്നെ ഈ നിൽക്കുന്നത് വെന്തിയാണ്. അത് നന്നായിട്ട് പൊങ്ങിപ്പോയിട്ടുണ്ട്, പക്ഷേ കായ്ച്ചില്ല, പൂക്കളൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഇത് അമ്മയുടെ വഴുതനങ്ങയാണ്, നീലക്കളറിലെ വഴുതനങ്ങ. ചെറിയൊരു മൂടാണ്, പക്ഷെ അതിൽ കുറച്ചൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ പണ്ടൊക്കെ കഴിച്ചിട്ടില്ലേ, തല്ലിപ്പൊട്ടിച്ച് കഴിക്കുന്ന ബദാം, അപ്പോൾ അത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറ്റാർ വാഴ, അലോവേര, പിന്നെ അതുപോലെ പനിക്കൂർക്ക, പിന്നെ ഇത് എരിക്ക്. ഇത് നമ്മൾ അമ്പലത്തിൽ ഇതിൻ്റെ പൂവ് മാല കെട്ടിക്കൊണ്ട് പോകും കേട്ടോ. ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പൂവാണ് നമ്മുടെ എരിക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ട്. അതൊരു മൂടേ ഉള്ളൂ, പക്ഷേ കുറച്ചൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. അമ്മ അത് ദിവസവും പറിച്ച് കെട്ടാറുണ്ട്. പിന്നെ തുളസി ഫുള്ളുണ്ട് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ തുളസിയാണ്. പിന്നെ അതുപോലെ തന്നെ പനിക്കൂർക്കയും കുറേ സൈഡിലൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യമാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇതിനെ പറയുന്നത് വെൽവെറ്റ് ചെടി എന്നാണ്. പണ്ടൊക്കെ ഇത് എല്ലായിടത്തും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ എല്ലായിടത്തൊന്നും ഇല്ല. ഇതും നമ്മുടെ വെന്തിയാണ്. ഇവിടെയൊക്കെ ഫുള്ള് ആ ഒരു സൈഡ് ഫുള്ള് വെന്തിയാണ്. നമ്മുടെ ഫ്രണ്ട് സൈഡിൽ കയറി വരുന്ന സൈഡ് ഫുള്ള് വെന്തിയാണ്. പിന്നെ ഇതും നമ്മൾ അമ്പലങ്ങളിലൊക്കെ മാല കെട്ടിക്കൊണ്ട് പോകുന്ന ഒരു വെള്ള സൈസ്, എന്താണ് ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഒരു ചെറിയ മൂടാണെങ്കിലും പക്ഷേ ഒത്തിരി അധികം പൂക്കൾ ഇതിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആ കയറി വരുന്ന സൈഡ് ഫുള്ളായിട്ട് നമ്മുടെ പൂക്കളാണ്. പിന്നെ ഇതൊക്കെ കുറച്ച് മുളവുകൾ, കുഞ്ഞു മൂട് എന്ന് വെച്ചാൽ തൈനെയാണ് കേട്ടോ പറയുന്നത്. ഈ കുഞ്ഞു തൈയിൽ നിറച്ച് മുളകാണ് പിടിച്ച് നിൽക്കുന്നത്. ഒരു നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ല കറുത്ത പച്ചയായിട്ട് നിൽക്കുന്നതാണ്. നല്ല പച്ചയല്ല, നല്ല കറുത്തിട്ടുള്ളൊരു പച്ചയായിട്ട് നിൽക്കുന്ന ഒരു മുളകാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞളും 2 ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലി, എല്ലാവരും ആഫ്രിക്കൻ മല്ലി എന്നായിരിക്കും പറയുന്നത്. പിന്നെ ഇത് വെള്ളക്കാന്താരിയും ഒരു തൈയുണ്ട് കേട്ടോ. അപ്പോൾ അതിലും കുറച്ചധികം പിടിച്ച് നിൽപ്പുണ്ട്. പക്ഷെ ഇത് നല്ല രസമാണ്, വലിയ എരിവൊന്നുമില്ല. നമുക്ക് മെഴുക്കുവരട്ടി അതുപോലെ മുട്ടയൊക്കെ പൊരിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യും കേട്ടോ. പിന്നെ ഇതൊരു കുഞ്ഞു പച്ചമുളകാണ്, കുഞ്ഞു തൈയാണ്. അപ്പോൾ ആ തൈയിൽ തന്നെ ഒത്തിരി അധികം മുളക് പിടിച്ച് നിൽപ്പുണ്ട്, കണ്ടില്ലേ തന്നെ. പക്ഷെ നല്ല നീളമുണ്ട് കേട്ടോ ഈ മുളവിന്. നല്ല വലിപ്പമുള്ള മുളവാണ്. അതിലങ്ങനെ വലിയ വളങ്ങളൊന്നും ഇടത്തില്ല. നമ്മുടെ ചാമ്പലുണ്ടല്ലോ, നമ്മളെ ചാമ്പലും പിന്നെ പുളിപ്പിച്ചിട്ടുള്ള കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ നമ്മുടെ കഞ്ഞിവെള്ളവും, ഈ 2 സാധനങ്ങൾ മാത്രമേ അതിൽ യൂസ് ചെയ്യാറുള്ളൂ. വേറെ ഒന്നും തന്നെ ഇടാറില്ല. പക്ഷേ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. പിന്നെ ഇതും 2 മൂടുണ്ട് കേട്ടോ, 2 തൈയുണ്ട് നമ്മുടെ പച്ചമുളക്. പക്ഷേ കളർ കണ്ടില്ലേ, ഒരു സൈസ് നമ്മുടെ ഇത്. പക്ഷേ കടയിൽ നിന്ന് മേടിച്ച് അതിൻ്റെ അരി പാവിയിട്ടുണ്ട പച്ചമുളകാണ്. പക്ഷേ നമുക്ക് പിടിച്ചു വന്നപ്പോൾ ഈ ഒരു കളറിലാണ് കിട്ടിയത്, നാടൻ പച്ചമുളകല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കിട്ടിയത്. നല്ല വലിപ്പമാണ്, നല്ല രസമുണ്ട്. പക്ഷെ നമുക്ക് കാണുമ്പോൾ കടിച്ച് തിന്നാൻ തോന്നും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്ക് കുറച്ച് മുന്തിരി കൊണ്ടുവന്നു. അപ്പം ഞാനാണത് ഓപ്പൺ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ബായ്.